ചെറിയ കുട്ടികൾ നടന്നു പോകുന്ന നടപ്പാതയാണത്. ഈ കുഴി കണ്ടോ, കുട്ടികൾ കയ്യോ കാലോ തട്ടിത്തടഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് വീഴാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ചെറിയ കുട്ടികളാകുമ്പോൾ അത്രത്തോളം ശ്രദ്ധാപൂർവം വേണം ഈ നടപ്പാതകൾ ഉണ്ടാകാനായിട്ട്. ഇവിടെ ഈ ഹാൻഡിൽ, പുറത്തേക്കുള്ള ഹാൻഡിൽ കാര്യങ്ങളൊക്കെ ഒടിഞ്ഞ് ഇങ്ങനെ ചാരി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഈ പറയുന്ന കമ്പുകൾ കാര്യങ്ങളൊക്കെ റോട്ടിലേക്ക് വീഴുന്നുണ്ട്. അപകടം എന്ന് പറയുന്നത് അതേപോലെയുള്ള പ്ലേസാണ്. കുട്ടികളൊക്കെ ഓടുമ്പോഴുള്ള അവസ്ഥ ആലോചിച്ച് നോക്കൂ. നല്ല വഴുക്കലും ഈ കമ്പുകളും കാര്യങ്ങളൊക്കെ വീണ് കിടക്കുകയാണ്. എവിടെയാണെന്ന് ആലോചിക്കണം. തൃശ്ശൂർ ജവഹർ ബാലഭവൻ, അതായത് ജവഹർലാൽ നെഹ്റുവിൻ്റെ, അതായത് കുട്ടികൾക്കൊക്കെ ചാച്ചാ നെഹ്റു എന്ന് പറയുന്ന ജവഹർ ബാലഭവൻ്റെ മുന്നിലാണ്. കുട്ടികൾക്കുള്ള ആർട്ട്പരമായിട്ടുള്ള ഈ പറയുന്ന ട്രെയിനിങ്ങിനും കാര്യങ്ങൾക്കും ഒക്കെ വെക്കേഷൻ ടൈമിലൊക്കെ കുട്ടികൾ അവിടെ വരാറുണ്ട്, ഈ പറഞ്ഞ പോലെ പോകാറുണ്ട്. അതേസമയം തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാപനമാണ്. അതിൻ്റെ മുന്നിൽ, അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നോക്കൂ, കുട്ടികൾ ഈ പറയുന്ന ഓടുന്ന സമയത്തൊക്കെ വീഴാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ അത്രയും മോശപ്പെട്ട രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണമുള്ളത്. പബ്ലിക് സർവീസ് ഹാൻഡിൽ ചെയ്യുന്ന മുഹമ്മദ് റിയാസ്, താങ്കൾ എത്രത്തോളം ബാഡായിട്ടാണ് കുട്ടികളുടെ നടപ്പാതകൾ പോലും ഹാൻഡിൽ ചെയ്യുന്നത്? എത്ര മോശമാണ്. ആ പൂപ്പിലും കാര്യങ്ങളൊക്കെ പിടിച്ച് കിടക്കുന്ന പ്ലേസുകളിൽ വഴുക്കി കുട്ടികൾ വീഴുന്ന ആലോചിച്ച് നോക്കൂ. കുട്ടികൾ എത്രത്തോളം നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. ഇവിടെ എത്ര മോശപ്പെട്ട രീതിയിലാണ് കുട്ടികളെ പോലും ട്രീറ്റ് ചെയ്യുന്നത്. ഇത് നല്ലൊരു പബ്ലിക് സർവീസ് അല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ.